ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. നമ്മൾ ഇന്ന് കിഷ്കിന്ധ കാണ്ഡത്തിലാണ് വായന ആരംഭിക്കുന്നത്. ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലു നീ. ചൊല്ലുവനെങ്കിലനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥസൂനു കൗസല്യാതനയൻ അവരജൻ തന്നോടും പമ്പാ സരസ്ഥടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളീടിനാൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉൽഫുല്ല പത്മകൽഹാര കുമുദ നീലോൽപലമണ്ഡിതം ഹംസകാരണ്ഡവ ഷഡ്പദകോകില കുക്കുട കോയഷ്ടി സർപ്പസിംഹ വ്യാഘ്രസൂകരസേവിതം പുഷ്പലതാപരിവേഷ്ടിത പാദപസൽഫലസേവിതം സന്തുഷ്ടജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നിടിനാർ. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാലബാലന്മാരിരുവരും ഋഷ്യമൂകാദ്രി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസമുൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാവിരഹം പൊറാഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആധി കലർന്നു നടന്നടുക്കും വിധൗ ഭീതനായി വന്നു ദിനകരപുത്രനും. സത്വരം മന്ത്രികളോടു കുതിച്ചു പാഞ്ഞു തുങ്കമായ ശൈലാഗ്രമേറിയിടിനൻ. മാരുതിയോടു ഭയേന ചൊല്ലിയിടിനാൻ ആരീ വരുന്നതിരുവർ സന്നദ്ധരായി. നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ. അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലി. വിക്രമമുള്ളവരെത്രയും തേജസാദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ. താപസവേഷം ധരിച്ചിരിക്കുന്നിതു ചാപബാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ. നീയൊരു വിപ്രവേശം പൂണ്ടവരോടു വായുസുതാ ചെന്നു ചോദിച്ചറിയണം. വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടു നമ്മുടെ ശത്രുക്കളെങ്കിൽ. അതല്ലെങ്കിൽ നമ്മുടെ വക്രപ്രസാദമന്ദസ്മേര സംജ്ഞയാമിത്രമെന്നുള്ളതും എന്നോടു ചൊല്ലണം. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജനാപുത്രനും ഭർതൃപാദാംബുജം. കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചോരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം. ദിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കുമർക്ക നിശാകരന്മാരെന്നു തോന്നുന്നു. ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസി ഭാതി സദൈവമേ. വിശ്വൈക വീരന്മാരായ യുവാക്കളാം അശ്വിനീ ദേവകളോ മറ്റതെന്നിയെ. വിശ്വൈക കാരണഭൂതന്മാരായോരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ. നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു ലീലയാ ഭൂഭാരനാശനാർത്ഥം
പരിപാലനത്തിനു ഭക്താനാം മഹീതലേ. വന്നു രാജന്യവേഷേണ പിറന്നൂരു പുണ്യപുരുഷന്മാർ പൂർണ്ണഗുണവാന്മാർ കർത്തും ജഗൽ സ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതൗ ലീലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്നുൾത്താരിലിന്നു തോന്നുന്നു നിരന്തരം. യുദ്ധം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ. പശ്യ സഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദ ശാസ്ത്രമനേന ശ്രുതം. ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വയ്യാകരണൻ വടു നിർണയം മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം. രാമനെന്നെന്നുടെ നാമം ദശരഥ ഭൂമി ബാലേന്ദ്രതനയൻ ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ. കേൾക്ക നീ ജാതമോദം പരമാർത്ഥം മഹാമതേ. ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ. താത നിയോഗേന കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ. ദണ്ഡകാരണ്യേ വസിക്കുന്ന നാളതിചണ്ഡനായോരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളെ ഒരേടത്തു നിന്നിഹ കണ്ടുകിട്ടി നിന്നെ നീ ആരെടോ സഖേ. ചൊല്ലിയിടുകെന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നിതത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലിക അഭീശ്വരനുഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ. ഞാൻ അവൻ തന്നെ ഭൃത്യനായുള്ളോരു വാനരൻ വായുധനയൻ മഹാമതേ. നാമധേയം ഹനുമാൻ അഞ്ജനാത്മജൻ ആമയം തീർത്തു രക്ഷിച്ചുകൊള്ളേണമേ. സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ. വേല ചെയ്യാമതിനാവോളമാശു ഞാനാലംബനം മറ്റെനിക്കില്ല ദൈവമേ. യുദ്ധം തിരുമനസ്സെങ്കിലെഴുന്നള്ളു ഉൾത്താപമെല്ലാം അകലും ദയാനിധേ. എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലാം മാറുമാരുതി. പോകമമസ്കന്ധമേറിയിടുവിൻ നിങ്ങളാകുലഭാവം അകലെക്കളഞ്ഞാലും. അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തു കണ്ടുൽപ്പല നേത്രൻ അനുവാദവും ചെയ്തു. അങ്ങനെ ഹനുമാൻ രാമലക്ഷ്മണന്മാരെ കണ്ടുമുട്ടുകയാണ്. എല്ലാ കാര്യങ്ങളും രാമൻ വിസ്തരിച്ച് പറഞ്ഞപ്പോൾ സീതാദേവിയെ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും, അതിന് സുഗ്രീവനുമായി സഖ്യമുണ്ടാവണം എന്ന് ഹനുമാൻ പറയുകയാണ്. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലാം മാറങ്ങെടുത്തു നടന്നിതു മാരുതി. സുഗ്രീവ സന്നിധൗ കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രം കളകനീ ഭാസ്കരനന്ദന. ഭാഗ്യമഹോഭാഗ്യമോർത്തോളം എത്രയും ഭാസ്കരവംശസമുദ്ധവന്മാരായ രാമനും ലക്ഷ്മണനാകും അനുജനും കാമദാനാർത്ഥം ഇവിടേക്കെഴുന്നള്ളി സുഗ്രീവനോടിവണ്ണം പറഞ്ഞീശ്വരാഗ്രേ. മഹാതരുച്ഛായാതലേ തഥാ വിശ്വൈക നായകന്മാരാം കുമാരന്മാർ വിശ്രാന്തചേതസാ നിന്നരുളീടിനൻ. സുഗ്രീവന്റെ സമീപത്തേക്ക് രാമലക്ഷ്മണന്മാരെ ആനയിച്ചു കൊണ്ടുപോവുകയാണ് ഹനുമാൻ. എന്നിട്ട് കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് സുഗ്രീവനോട് പറയുകയാണ്. ധീരനാമാദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിടിനാൻ.
നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം. ശത്രുവിനാശനത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ. ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാധികളൊക്കെ അകറ്റുവൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ഒരവസ്ഥ കണ്ടേൻ ഒരു നാളതു മാനവവീര തെളിഞ്ഞു കേട്ടിടണം. മന്ത്രിമാർ 4 പേരും ഞാനുമായി അചലാന്തേ വസിക്കുന്ന കാലമൊരു ദിനം പുഷ്കരനേത്രയായൊരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാൻ ഒരു രക്ഷോവരൻ അതു നേരമസുന്ദരി രക്ഷിപ്പതിന്നാരുമില്ലാഞ്ഞു ദീനയായി രാമരാമേതി മുറയിടുന്നോൾ തവ ഭാമിനി തന്നെ അവളെന്ന ദേവരു. ഉത്തമയാമവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കി കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൾ. ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേനതു കാണണമെങ്കിലോ കണ്ടാലും ജാനകി ദേവി തന്നാഭരണങ്ങളോ മാനവവീര ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുമ്പിൽ വെച്ചിടിനാൻ. അർണോജനേത്രൻ അതെടുത്തു നോക്കും നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കേ പിരിഞ്ഞിതോ നിങ്ങളും തന്വങ്കിയാകിയ ദേഹിയോടയ്യോ. എന്നെ കണക്കേ പിരിഞ്ഞിതോ നിങ്ങളും തന്വങ്കിയാകിയ വൈദേഹിയോടയ്യോ. സീതേ ജനകാത്മജേ മമ വല്ലഭേ നാഥേ നളിനാദളായതലോചനേ. രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയമാതിപൂർവം തിരുമാറിലമുഴ്ത്തിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ ദുഃഖിയായി കേതുമേ. രാവണൻ തന്നെയും മർക്കടശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോഹരേ. സുഗ്രീവനും പറഞ്ഞാൻ അതു കേട്ടുടൻ വ്യഗ്രിയായി കേതുമേ. രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ധരിത്രീപതേ വിഭൂ. ഇനി ബാലി സുഗ്രീവന്മാർ തമ്മിലുണ്ടായ കലഹത്തെക്കുറിച്ചുള്ള കാര്യം സുഗ്രീവൻ പിന്നീട് രാമനോട് വിശദീകരിച്ച് പറയുകയാണ്. പണ്ടു മായാവി എന്നൊരസുരേശ്വരനുണ്ടായിതു മയൻ തന്നെ പുത്രനായി. യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവൻ ഉദ്ധതനായി നടന്നിടും ദശാന്തരേ. കിഷ്കിന്ധയാം പുരിപുക്കു വിളിച്ചിതു മർക്കടാധീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചതുകൊണ്ടതിദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ. വാനരശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ. ഞാനും അതു കണ്ടു ചെന്നിതു പിന്നാലെ. ദാനവൻ ചെന്നു ഗുഹയിൽ ഉൾപ്പുക്കിതു വാനരശ്രേഷ്ഠനും എന്നോടു ചൊല്ലിനാൻ. ഞാനിതിൽ പുക്കിവൻ തന്നെ ഒടുക്കുവൻ നൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം. ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും ചോര വരികിലടച്ചുപോയി വാഴ്ക നീ. അങ്ങനെ മുമ്പ് നടന്ന ഒരു കഥ. മായാവി എന്ന അസുരൻ വന്ന് വെല്ലുവിളിച്ച നേരത്ത് അവനെ കൊല്ലാനായി ബാലി പിന്നാലെ പാഞ്ഞതും സുഗ്രീവൻ കൂടെ ചെന്നതും മായാവിയായ അസുരൻ ഗുഹയിൽ ചെന്ന് കയറിയപ്പോൾ ബാലി അതിന് പിറകെ ചെന്നതുമൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. അല്പം കഴിഞ്ഞ് എന്താണ് ഗുഹയ്ക്ക് അകത്തു നിന്നും പുറത്തേക്ക് വരുന്നത് എന്ന് നോക്കുക. ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും ചോര വരികിൽ അടച്ചുപോയി വാഴുക നീ. ഗുഹയിൽ നിന്ന് പാലാണ് ഒഴുകി വന്നതെങ്കിൽ അസുരൻ മരിച്ചു എന്ന് നീ വിചാരിക്കണം.
ചോരയാണ് ഒഴുകി വന്നതെങ്കിൽ നീ ഗുഹാദ്വാരം അടച്ച് രാജാവായി കിഷ്കിന്ധ ഭരിക്കണം. ഇങ്ങനെയാണ് ബാലി സുഗ്രീവനോട് പറയുന്നത്. പോയിതു കാലം 1 മാസം എന്നിട്ടും ആഗതനായതുമില്ല കപീശ്വരൻ, വന്നിതു ചോര വിലമുഖം തന്നിൽ നിന്നെന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാനെന്നുറച്ചു, ഞാനും തഥാ ദുഃഖമുൾക്കൊണ്ടു കിഷ്കിന്ധ പുക്കീടിനേൻ, മർക്കടവീരരും ദുഃഖിച്ചതുകാലം. കുറേ കാലം പുറത്തിങ്ങനെ കാത്തിരിക്കുകയാണ് സുഗ്രീവൻ. ഒടുക്കം കണ്ടത് ഗുഹയിൽ നിന്നും ചോര പുറത്തേക്ക് ഒഴുകി വരുന്നതാണ്. ജ്യേഷ്ഠൻ്റെ വാക്ക് പ്രകാരം ചോരയാണ് വന്നതെങ്കിൽ ജ്യേഷ്ഠൻ മരിച്ചു എന്ന് കണക്കാക്കി കിഷ്കിന്ധ ഭരിക്കണമെന്നാണ്. സുഗ്രീവൻ അതുപോലെ ചെയ്യുകയാണ്. ചെന്നിതു കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ, തഥാ കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചതു കൊല്ലുവാൻ എന്നോർത്തു കോപിച്ചു ബാലിയും. കൊല്ലുവാൻ എന്നോടടുത്തു ഭയേന ഞാൻ എല്ലാടവും പാഞ്ഞിരിക്കരുതാഞ്ഞെങ്ങും നീളേ നടന്നുഴന്നീടും ദശാന്തരെ. ബാലി വരികയില്ലത്ര ശാപത്തിനാൽ ഋഷ്യമൂകാജലേ വന്നിരുന്നീടിനേൻ. വിശ്വാസമോടു ഞാൻ വിശ്വനാഥ വിഭോ, മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനാരൂഢരാഗം മമ വല്ലഭ തന്നെയും. നാടും നഗരവും പത്നിയും എന്നുടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. ത്വൽപാദ പങ്കേരുഹസ്പർശ കാരണാലിപ്പോൾ അതീവ സുഖവുമുണ്ടായി വന്നു. മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനാം രാഘവൻ, ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവുമെല്ലാം അടക്കിത്തരുവൻ ഞാൻ. സത്യമിതു രാമഭാഷിതം കേവലം. ഒന്നുകൊണ്ടും നീ ദുഃഖിക്കേണ്ട. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ തിരികെ തരും എന്ന് രാമൻ വാക്ക് കൊടുക്കുകയാണ്. മാത്രമല്ല രാമൻ പറയുന്ന ആ വാക്കിൻ്റെ ശക്തി നോക്കുക. സത്യമിതു രാമഭാഷിതം കേവലം. രാമൻ പറഞ്ഞാൽ പറഞ്ഞതാണ്. അതാണ് രാമൻ്റെ വാക്കിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഇനി നമ്മൾ കേൾക്കുന്ന സുഗ്രീവൻ്റെ വാക്കുകൾ രാമനാമത്തിൻ്റെ ശക്തി വ്യക്തമാക്കുന്ന വാക്കുകളാണ്. ഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്നവന്നു ദുരിതങ്ങൾ വേരറ്റു നല്ലനായേറ്റം. വിശുദ്ധനാം നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മഘ്നെങ്കിലും സദ്യോ വിമുക്തനാം നാമജപത്തിനാൽ. ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തേയൊരാഗ്രഹമില്ലെനിക്കേതുമേ. ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദ ദയാനിധേ. ത്വൽപാദ ഭക്തി മാർഗോപദേശം കൊണ്ടു മൽപാപമുൽപാടയ ത്രിലോകീപതേ. ശത്രുമധ്യസ്ഥമിത്രാദിഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപതേ. ത്വൽപാദ പത്മാവലോകനം കൊണ്ടെനിക്കുൽപ്പന്നമായിതു കേവലജ്ഞാനവും. പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാം മായാപ്രഭാവം ജഗൽപദേ. ത്വൽപാദ പങ്കജത്തിങ്കൽ ഉറയ്ക്കണമെപ്പോഴും ഉൾക്കാമ്പെനിക്കുരമാപതേ. ത്വന്നാമ സങ്കീർത്തന പ്രിയയാകേണമെന്നുടെ ജിഹ്വ സദാ നാണമെന്നിയെ. ത്വച്ചരണാംഭോരുഹങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ. നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരികെന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം. കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണം സദാ നിന്നുടെ ചാരുചരിതം ധരാപതേ. മച്ചരണദ്വയം സഞ്ചരിച്ചിടണം അച്യുത ക്ഷേത്രങ്ങൾ തോറും രഘുപതേ. ത്വൽപാദപാം സുതീർത്ഥങ്ങളേൽക്കാകേണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപദേ. ഭക്ത്യാ നമസ്കരിക്കായി വരേണം മുഹുരുത്തമാംഗം കൊണ്ടു നിത്യം ഭവൽപദം. യുദ്ധം പുകഴ്ന്ന സുഗ്രീവനേ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽകീടിനാൻ. അംഗസംഗം കൊണ്ടു കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ
മായയാ തത്ര മോഹിപ്പിച്ചിതന്നേരം കാര്യസിദ്ധിക്കു കരുണാജലനിധി. സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു, സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ. ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിന്, കാലം കളയരുതേതുമിനിയടോ. ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു, പാലനം ചെയ്തു കൊൾവൻ നിന്നെ നിർണയം. അർക്കാത്മജനതു കേട്ടു നടന്നിതു, കിഷ്കിന്ധയാം പുരി നോക്കി നിരാകുലം. അർക്കകുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ 4 മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. പൃഥ്വീരുഹവും മറഞ്ഞു നിന്നിടിനാർ മിത്രഭാവേന രാമാദികളന്നേരം. ക്രുദ്ധനാം ബാലി അലറി വന്നിടിനാൻ, മിത്രതനയനും വക്ഷസി കുത്തിനാൻ. വൃത്രാരിപുത്രനും മിത്രതനയനെ 10 വലിച്ചു കുത്തിയിടിനാൻ. ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായിതു. രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പൊരും നേരം. മിത്രാത്മജനേതു വൃത്രാരിപുത്രനേദിത്തം തിരിച്ചറിയാവല്ലൊരുത്തനും. മിത്രവിനാശന ശങ്കയാ രാഘവനസ്ത്രപ്രയോഗവും ചെയ്തീലതു നേരം. വൃത്രാരിപുത്രമുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദിച്ചു ഭീതനായോടിനാൻ. മിത്രതനയനും സത്വരമാർത്തനായി വൃത്രാരിപുത്രനുമാലയം പുക്കിതു. വിത്രസ്തനായി വന്നു മിത്രതനയനും പൃഥ്വീരുഹാന്തികേ നിന്നരുളീടിന. മിത്രാന്വയോത്ഭൂതനാകിയ രാമനോടെത്തയും ആർത്തിയാപുരുഷങ്ങൾ ചൊല്ലിനാൻ. ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്തത്തിൽ ഓർത്തതറിഞ്ഞീല ഞാനയ്യോ. വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാം നിന്തിരുവടി താൻ തന്നെ. സുഗ്രീവന് വല്ലാത്ത ദുഃഖം ഉണ്ടാവുകയാണ്. രാമന്റെ വാക്കുകൾ വിശ്വസിച്ചാണ് ജ്യേഷ്ഠനോട് പോരിനിറങ്ങുന്നത് സുഗ്രീവൻ. പക്ഷേ കണ്ടാൽ രണ്ടുപേരും ഒരുപോലെയുള്ളത് കൊണ്ട് രാമന് അസ്ത്രം പ്രയോഗിക്കാൻ സാധിച്ചില്ല. ജ്യേഷ്ഠന്റെ പ്രഹരമേറ്റ് തളർന്ന സുഗ്രീവൻ കഠിനമായ വാക്കുകൾ കൊണ്ട് രാമനെ കുത്തി നോവിക്കുകയാണ്. സത്യസന്ധൻ ഭവാൻ എന്നു ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ ശരണാഗത വത്സല. മിത്രാത്മജോക്തികൾ ഇത്തരമാകുലാൽ ശ്രുത്വാ രഘൂത്തമനുത്തരം ചൊല്ലിനാൻ. ബദ്ധാശ്രുനേത്രനായ ലിംഗനം ചെയ്തു, ചിത്തേ ഭയപ്പെടായികേതും മമ സഖേ. അത്യന്തരോഷവേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞ് മിത്രഘാതിത്വമാശങ്ക്യ ഞാനന്നേരം മുക്തവാനായതില്ലസ്ത്രം ധരിക്ക നീ. ചിത്തഭ്രമം വരായ്വാൻ ഒരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവനിനി. ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. വൃത്രവിനാശനപുത്രനാം അഗ്രജൻ മൃത്യുവശഗതൻ എന്നുറച്ചിടു നീ. സത്യമിതമഹം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം. സത്യമിതമഹം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.